നമസ്കാരം. സാക്ഷര കേരളമേ ലജ്ജിക്കുക. ഓരോ വർഷം കഴിയുമ്പോഴും ബാലവിവാഹങ്ങൾ കേരളത്തിൽ കൂടിക്കൂടി വരികയാണ്. ആധുനിക സമൂഹത്തിൽ നിന്നും നമ്മൾ എങ്ങോട്ട് പോകുന്നു? തൃശൂരിൽ മാത്രം 10 കേസുകൾ. എന്തുകൊണ്ട് ഈ ജില്ല മുന്നിൽ? പൂമൊട്ടുകൾ പൂക്കും മുമ്പേ കരിഞ്ഞു പോകുന്ന ഒരു കാലം. അവളുടെ പുസ്തക കെട്ടുകൾക്ക് പകരം താലിമാല ഭാരമാകുന്നു. നമ്മുടെ സ്വന്തം കേരളത്തിൽ ഈ ദുരാചാരം എങ്ങനെ വീണ്ടും തലപൊക്കുന്നു? ഇന്ത്യയിൽ ഏറ്റവും മികച്ച സംസ്ഥാനം എന്ന് കൊട്ടിഘോഷിക്കുന്ന കേരളം മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. താരതമ്യം ചെയ്തുകൊണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില മലയാളികൾ ഈ കണക്ക് പ്രത്യേകമായി തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. കഴിഞ്ഞ 2 വർഷത്തെ അപേക്ഷിച്ച് 2024-25 കേരളത്തിൽ ബാലവിവാഹങ്ങൾ വർദ്ധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. വനിതാ ശിശു വികസന വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ജനുവരി 15 വരെ 18 ശൈശവ വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. 2023-24 14, 2022-23 12 കണക്കുകൾ. ഈ വർഷം കൂടുതൽ ശൈശവ വിവാഹം നടന്നത് തൃശൂരാണ്. ഈ വർഷം റിപ്പോർട്ട് ചെയ്ത 18 കേസുകളിൽ 10 തൃശൂരാണെന്നാണ് വ്യക്തമാക്കുന്നത്. മലപ്പുറത്ത് 3 ബാലവിവാഹങ്ങളും പാലക്കാട് 2 കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരം, ആലപ്പുഴ, വയനാട് എന്നിവിടങ്ങളിൽ ഓരോ കേസുകളും റിപ്പോർട്ട് ചെയ്തു. ബാലവിവാഹങ്ങളെ പ്രതിരോധിക്കുന്നതിലും കുറവ് വന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2022-23 108 ബാലവിവാഹങ്ങൾ ഔദ്യോഗികമായി തടഞ്ഞിരുന്നു. 2023-24 52 24 ഏപ്രിലിനും 2025 ജനുവരിക്കും ഇടയിൽ 48 കുറഞ്ഞു. 2023-24 7 കേസുകളും 24-25 10 കേസുകളും റിപ്പോർട്ട് ചെയ്തു. കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 2500 രൂപ പ്രതിഫലം നൽകുന്ന സംസ്ഥാനത്തിന്റെ പൊൻവാക്ക് പദ്ധതി പ്രകാരം 2022-23 8 ബാലവിവാഹങ്ങൾ തടയാൻ കഴിഞ്ഞു. ശൈശവ വിവാഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഫോണിലൂടെയോ ഇമെയിലിലൂടെയോ അല്ലെങ്കിൽ ശൈശവ വിവാഹ നിരോധന ഓഫീസർമാരെയും ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർമാരെയും അറിയിക്കാം. വിവരം നൽകുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. ഒന്നിലധികം പേർ വിവരം അറിയിച്ചാൽ ആദ്യ വിവരം നൽകുന്നയാൾക്ക് പ്രതിഫലം ലഭിക്കും. ഇനി എന്താണ് ശൈശവ വിവാഹ നിരോധന നിയമം 2006 എന്ന് നോക്കാം. സ്ത്രീക്ക് 18 വയസ്സിന് താഴെയോ പുരുഷന് 21 വയസ്സിന് താഴെയോ ഉള്ള വിവാഹമാണിത്. മിക്ക ശൈശവ വിവാഹങ്ങളിലും പ്രായപൂർത്തിയാകാത്ത സ്ത്രീകളാണ് ഉൾപ്പെടുന്നത്. ഇതിന്റെ കാരണങ്ങളിലേക്ക് വന്നാൽ മോശം സാമൂഹിക സാമ്പത്തിക സാഹചര്യം, അവബോധമില്ലായ്മ, ഗ്രാമീണ പ്രദേശങ്ങളിൽ ശൈശവ വിവാഹത്തിന് നിലനിൽക്കുന്ന സാമൂഹിക സ്വീകാര്യത, ഉയർന്ന നിലവാരമുള്ള മധ്യവർഗക്കാർക്കിടയിൽ പോലും സ്ത്രീകളെ വീട്ടുജോലികളെ മാത്രം ഒതുക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഈ മനോഭാവം പലപ്പോഴും പെൺമക്കളുടെ ശൈശവ വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലേക്ക് വ്യാപിക്കുന്നു. കാലഹരണപ്പെട്ട മതപരമായ ആചാരങ്ങളുടെ സ്വാധീനം, ആഴമില്ലാത്ത രാഷ്ട്രീയ അവബോധം, അത്തരം ആചാരങ്ങളെ സഹായിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയൊക്കെയാണ് കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നത്. കേരളം മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാടുകൾക്കിടയിൽ ബാലവിവാഹത്തിന്റെ കണക്കുകൾ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. നിയമം ശക്തമായി നിലനിൽക്കുമ്പോഴും കുടുംബങ്ങളുടെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്ത ബോധം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. വിദ്യാഭ്യാസം, അവബോധം, കർശനമായ നിയമ നടപടികൾ, ഈ 3 കാര്യങ്ങളിൽ ഊന്നൽ നൽകിയാൽ മാത്രമേ ഈ ദുരവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ സാധിക്കൂ. തടയാൻ കഴിയാതെ പോകുന്ന ഓരോ വിവാഹവും നമ്മുടെ സാമൂഹിക മനസാക്ഷിക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. സാമ്പത്തിക അരക്ഷിതാവസ്ഥയോ യാഥാസ്ഥിതിക ചിന്തകളോ ഒരു പെൺകുട്ടിയുടെ ഭാവിയെ തകർക്കാൻ ന്യായീകരണമാക്കരുത്. ശൈശവ വിവാഹം ഒരു കുറ്റകൃത്യമാണ്. ഈ ഇരുട്ടിനെതിരെ ശബ്ദമുയർത്താനും വിവരങ്ങൾ അധികൃതർക്ക് കൈമാറാനും ഓരോ പൗരനും ബാധ്യസ്ഥനാണ്. നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതമായ ഭാവിക്കായി നമുക്കൊന്നിച്ച് ഈ ദുരാചാരത്തെ വേരോടെ പിഴുതെറിയാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.